ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്നാൽ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളതിനെ വരവേൽക്കുന്നു. അതിനായി മാത്രം പിന്നീട് ആ മാതാപിതാക്കൾ ജീവിക്കുന്നു, ഒരുപക്ഷെ അവരുടെ മരണം വരെ. പക്ഷേ ഇന്നത്തെ കാലത്ത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ഏറെപ്പേരും സ്വാർത്ഥരാണ്. അവർ മനസ്സിലാക്കുന്നില്ല മാതാപിതാക്കളുടെ അവസ്ഥ നാളെ അവരെയും തേടി വരുമെന്ന്. ആ അവസ്ഥയിൽ എത്തുമെന്നുള്ളത് വളരെ വൈകി അറിയാതിരിക്കുക. പഴുത്തില വീഴുമ്പോൾ പച്ചില ചിരിക്കും, പച്ചില പഴുക്കുമെന്നുള്ള സത്യം ആദ്യമേ തന്നെ മനസ്സിലാക്കി ജീവിക്കുക. ഇപ്പോൾ കൈവന്നതെല്ലാം വെറും നശ്വരങ്ങളാണ്. നിറഭേദങ്ങൾ നിറഞ്ഞതാണ് നമ്മളുടെ ജീവിതം. അത് മനസ്സിലാക്കുക. കരഞ്ഞു 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 നമ്മൾ കടന്നു വന്നൊരു ലോകമിത്, നാം പിറന്നു വീണൊരു ലോകമിത്. ചിരിച്ചു 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 കൊണ്ടെതിരേറ്റു ചിലർ നമ്മെ, വരവേറ്റു ചിലർ നമ്മെ. കൈകാലിട്ടടിച്ചാർത്തു ചിരിച്ചപ്പോഴോ ഇതിലും വലുതായതൊന്നും തങ്ങൾക്കു വേണ്ടെന്നു ഹൃദയം തുറന്നവർ പ്രാർത്ഥിച്ചു ദൈവമേ. കൈവന്ന ഭാഗ്യത്തെ കുറിച്ചോർത്തവർ സ്വർഗത്തിലെന്ന പോൽ കോരിത്തരിച്ചുപോയി. 10 മാസം ചുമന്നീറ്റു നോവേറ്റതും ആ മുഖം കണ്ടപ്പോൾ മറന്നുപോയവർ. താഴത്തും മേളത്തും വയ്ക്കാതെ താരാട്ടുപാടിയവർ വളർത്തി, ആവുന്ന പോലവർ പോറ്റി. ആകുന്ന കാലം മുഴുവനും വളർന്നു വളർന്നു വലുതായപ്പോഴോ ഒരു പുഞ്ചിരി പോലും ആർക്കും വെറുതെ സമ്മാനിച്ചില്ല. ചിരിച്ചു പോയാൽ എന്തേലും അവർ തിരിച്ചു ചോദിച്ചാലോ, നേടിയതെല്ലാം കയ്യിലൊതുക്കി കൊണ്ടുപോകാമെന്നോർത്തു കരുത്തു പകർന്നു കൊടുത്തവരെ തള്ളിപ്പറയുന്നു നമ്മൾ, പിന്നെ കണ്ടില്ലെന്നു നടിക്കുന്നു. ഒറ്റക്കാലിൽ നിൽക്കാറായപ്പോഴോ എന്നെക്കാളും വലുതായാരും ഇല്ലെന്നൊരു തോന്നൽ. ഒടുവിൽ ഒരു നാൾ വീര്യവും വീഞ്ഞും കെട്ടു തുടങ്ങുമ്പോൾ വീഴുന്നു നമ്മളും ആ കട്ടിലിൽ തന്നെ. സീമകളില്ലാത്ത ചിന്തകളാൽ നീറിപ്പുകയുന്ന ദിനരാത്രങ്ങൾ നമ്മളെ തേടി വരും തീർച്ച. ആകുന്ന കാലത്തു ചെയ്യേണ്ട കാര്യങ്ങൾ ആകുന്ന പോലെ ഞാൻ ചെയ്തില്ലല്ലോ. പിന്നിട്ട വഴികളിൽ ഓടിയെത്താൻ ഇനി നമുക്കാവില്ലെന്നോർമ്മ വേണം. ലോകം മുഴുവനും വെട്ടിപ്പിടിച്ചാലും 6 അടി മണ്ണിലൊതുങ്ങും ഈ ജന്മം. പുതുമകളൊന്നും നമുക്കായി മാത്രം ഈ ഭൂമിയിലില്ല.